ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാന വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താക്കുന്ന എല്ലാവരും സുഖത്തിലുണ്ടല്ലേ? ഇപ്പോൾ സ്കൂളിൽ ലീവെല്ലാം കിട്ടിയല്ലേ, നിങ്ങളുടെ എല്ലാം പോകുന്നുണ്ട് എല്ലാം കമൻ്റ് ആക്കുക. ലീവ് ഇപ്പോൾ മായവും വന്ന്, ലീവ് കിട്ടിയിട്ടാകുമ്പോൾ മായവും വന്ന്. അപ്പോൾ ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചോറെല്ലാം വെറുതെ ഉണ്ടെങ്കിൽ കളയാതെ അതിനെടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ കട്ട കെട്ടിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു പുട്ടുണ്ടാക്കാം. തരിക്കിട്ടിട്ട് ഒരു പുട്ടുണ്ടാക്കാം. ചില ആൾക്ക് ഇതറിയും, ചില ആൾക്ക് അറിയാല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. അറിയുന്നവർ സ്കിപ്പായിക്കുവാ വാ. അപ്പോൾ തരി ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് തരി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്ര തരി എടുക്കാം. തരി എടുത്തിട്ട് നന്നായി വറുക്കണം. അതിനെ നല്ല വറുത്തിട്ടായിട്ട് നല്ല മണം വരുന്നത് വരെ വറുക്കണം. ആ കറക്കാൻ കഴിയല, കറുത്തിട്ട് പോകുന്നല്ലേ വറുത്തിട്ടാകുമ്പോൾ. ആ കറുപ്പ് വരാൻ കഴിയല, കറുപ്പ് വരാതെ പോലെ വറുത്തിട്ടെടുക്കണം. അപ്പം ഞാൻ നല്ല പോലെ വറുത്തിട്ടെടുത്തിട്ടുണ്ട്. ആ കറുപ്പ് വരാതെ ചെറിയ തീയിൽ ആക്കിയിട്ട് നല്ല മണം വരുന്നത് വരെ വറുത്തിട്ടെടുക്കണം. അതിലേക്ക് ഉപ്പ് കലക്കിയ വെള്ളം ഇല്ലേ, വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പ് കലക്കിനോ. ഓരോരാൾ ഈ പുട്ട് പൊടിക്ക് തന്നെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കുന്നത്. ഞാനങ്ങനല്ല, ഞാൻ വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് ആ വെള്ളത്തിനെ ഞാൻ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ നല്ലോണം വെള്ളം വീത്താൻ കഴിയല്ല, കുറച്ച് വെള്ളം വീത്തിയിട്ട് അത് നമുക്ക് എത്ര വേണോ അങ്ങനെ അനുസരിച്ചിട്ട് വെള്ളം വീത്തണോ. ഒരിക്കലും വെള്ളം വീത്തിയെങ്കിൽ അത് കട്ട കെട്ടിയിട്ട് പോകും, പിന്നെ പുട്ട് ശരിയാവില്ല. ഇനി നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കണം. ബാക്കി വന്ന ചോറ് കളയാതെ ഫ്രിഡ്ജിൽ മുകളിൽ ഫ്രീസറിൽ വെച്ചിട്ട് അതിനെ കട്ട കെട്ടിച്ചിട്ട് എടുക്കണം. ഒരു 2 മണിക്കൂറെല്ലാം വെച്ചെങ്കിൽ ഇന്നെ കട്ട കെട്ടുന്നത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടാകുമ്പോൾ ചോറ് അങ്ങനെ കട്ട കെട്ടിയിട്ടായിട്ട് അതിനെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് പുട്ടുപൊടിക്ക് ചേർത്ത് കൊടുക്കുന്നത്. തരിക്ക് ഈ മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒരു കറക്കിനത് നല്ല പേസ്റ്റ് പോലെ ആകാൻ കഴിയല്ല, കുറച്ച് തരി പോലെ ഇതായിട്ട് വന്നത്. ഇപ്പോൾ ചണ്ടി ഉണ്ടതിനെ കൊണ്ടില്ല, നമുക്ക് കുറച്ച് ഇങ്ങനെ നല്ല അരിഞ്ഞ പോലെ കാണുന്നത്. അത് അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഇല്ലേ ശരിയാണ്. ഇതിലേക്ക് നല്ല പാങ്ങല മിക്സാക്കി കൊടുത്തിട്ടാകുമ്പോൾ ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഒരു കട്ട ഉണ്ടാവാൻ കഴിയല, നല്ല പൊടിയാക്കിയിട്ട് തരിക്ക് നല്ല പോലെ മിക്സാക്കിയിട്ട് കൊടുക്കണം. ഒരു കട്ടയും ഉണ്ടാവാൻ കഴിയല. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഫൈനൽ സ്റ്റേജ് ഇത് ഇങ്ങനെ ആയിട്ട് കിട്ടീനി നമുക്ക്. അപ്പോൾ ഇങ്ങനെ നല്ല ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, ഉണ്ടാക്കിയിട്ട് ബയോട്ട് ഇതാക്കുമ്പോൾ പൊടിയായിട്ട് തേക്ക് പോകണം. ആ പരുവത്തിൽ കിട്ടണം നമുക്ക്. ഇനി കട്ടൊന്നും ഇല്ലാതെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. തരിയിലെല്ലാം നല്ല ചോറെല്ലാം നല്ല പോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാനുണ്ട്. ഈ പുട്ട് പൊടിക്കില്ലേ നമുക്ക് തേങ്ങ ചേർക്കാനുണ്ട്. ഇപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, ഇന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കണം. ഇനി ബാക്കി വന്ന തേങ്ങ നമുക്ക് പുട്ട് ചുടുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പുട്ട് ചൂടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിന്. കുറച്ച് ജാസ്തി എണ്ണ എടുത്തെങ്കിൽ പ്രശ്നമില്ല, വെള്ളം ഏറിയെങ്കിൽ പ്രശ്നമില്ല, കുറയാൻ കഴിയല. നമുക്കിത് വെന്തിട്ട് വരുമ്പോൾ വെള്ളമെല്ലാം പറ്റിയിട്ട് പോകില്ലെങ്കിൽ കുറച്ച് ജാസ്തി ഉണ്ടെങ്കിൽ തന്നെ നല്ലത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിനെ ഗ്യാസിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളക്കണമില്ലിട്ടില്ല, തിളക്കുന്നതിന് മുമ്പും വെക്കാം. ഇപ്പോൾ കുക്കറിലുള്ള വെള്ളം തിളക്കുന്നതിന് മുമ്പും വെക്കാം, തിളച്ചിട്ടായിട്ടും വെക്കാം. അത് നമ്മളെ ഇഷ്ടം പോലെ. പിന്നെ ഇനി പുട്ട് ചൂടാൻ തുടങ്ങാല. അതിന് വേണ്ടിയിട്ട് പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട് ഇങ്ങനത്തത്. പല സൈസിൻ്റെ പുട്ട് കുറ്റി ഉണ്ടല്ലോ, റൗണ്ട് ഉള്ളതുണ്ട്, ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ ആ ചെമ്പിൽ വെക്കുന്നത്, ചെമ്പിലേക്ക് വെള്ളം വീത്തിയിട്ട് അങ്ങനെ വെക്കുന്നതുണ്ട്. ഇത് കുക്കറിൽ വെക്കുന്ന പുട്ടുകുറ്റി. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ടായിട്ട് അതിൽ ഈ തരി മിക്സാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം തേങ്ങ ഇട്ടിട്ട് കൊടുക്കാം, ആദ്യം ഈ തരി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ നമുക്ക് എത്ര കഷ്ണം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് തരി ഇട്ടിട്ടായിട്ട് തേങ്ങ ഇടുന്നെങ്കിൽ ഇപ്പോൾ 4 പ്രാവശ്യം ഇടുന്നെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പോൾ 3 പ്രാവശ്യം ഇടുന്ന അങ്ങനെ ആക്കാം, 2 പ്രാവശ്യം ഇടുന്ന അങ്ങനെ ആക്കാം. പിന്നെ ഇതിൽ പിടിക്കുന്ന അത്ര ഒരു 5 ഇതെല്ലാം പിടിക്കും. ചെറിയത് വേണമെങ്കിൽ 5 കഷ്ണമെല്ലാം ആക്കാം നമുക്ക്. ഞാനിപ്പോൾ 3 കഷ്ണത്തിൻ്റെ ഈ തേങ്ങ ഇട്ട് കൊടുത്തിനത്. ഒരു തരി ഇട്ടിട്ടായിട്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്ത്, പിന്നെ അതിലെ തരി ഇട്ടിട്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്ത്, അങ്ങനെ 3 കഷ്ണത്തിൻ്റെ ഇതാക്കിയിട്ട് കൊടുത്തിനത്. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിനെ ഈ കുക്കറിൻ്റെ ഇതിലേക്ക് വെക്കണം. വെച്ചിട്ടാകുമ്പോൾ ഈ കുക്കറിൻ്റെ
വെള്ളമെല്ലാം തളിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ആവി വരുന്നത്. നിങ്ങളെ പുട്ടും കുറ്റിയെല്ലാം ഇങ്ങനത്തെയാ നിങ്ങൾ ഇങ്ങനെ ചുടലുണ്ടാ? ഇതാ ബാർദ പുട്ടുകുറ്റി ഇത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നതാ അല്ല കമൻ്റ് ആക്കാം വാ. ഇപ്പം നല്ല പോലെ ആവി വന്നിട്ട് നല്ല പുട്ട് റെഡിയായിന്. പിന്നെ കുറച്ച് നേരം തന്നെ വേവിച്ചിട്ട് എടുക്കണം. എന്നാൽ ആവി വരുന്ന അപ്പം തന്നെ എടുക്കാൻ കഴിയല്ല. കുറച്ച് നേരം നല്ല പാങ്ങല വേവിക്കണം. ഈ തേങ്ങ എല്ലാം മിക്സ് ആക്കിയതല്ല, തേങ്ങാൻ്റെ മണവും ഇതെല്ലാം വരുന്നത് വരെ നല്ല പാങ്ങല വേവിക്കണം. അപ്പോൾ നമുക്ക് നല്ല ബന്ധിട്ടാകുമ്പോൾ ഇല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം നല്ല ഈ തേങ്ങാവും ചോറും തരിയും എല്ലാം മിക്സായ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഉന്നം പോലെ ഉണ്ട് പുട്ട്, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും അങ്ങനെ ഞാൻ ആവിയിൽ വേവിച്ചിട്ട് എടുത്ത് നല്ല പോലെ വേവിച്ചിട്ട് എടുത്തിന്. ഇനി അതും നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ചില ആൾ അരിപ്പൊടിയിലെല്ലാം ചുടുന്നില്ലേ, അരിപ്പൊടിയിൽ ചുടുന്നവർ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. ഈ ചോറ് തേങ്ങ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻ്റ് ആക്കണം വാ, എങ്ങനെയുണ്ട് അരിപ്പൊടീൻ്റെതാ ഈ തരിൻ്റെതാ നല്ല പാങ്ങണ്ടേന്ന് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഉണ്ടാക്കുന്നവർ സ്കിപ്പായിക്കോ, ഇത് നോക്കണമെന്നില്ല. അപ്പോൾ നമ്മളെ ആവി പറക്കുന്ന തരിപ്പുട്ട് റെഡിയായിന്. ഇത് ഓരോരാൾ ഇതിലേക്ക് ബാക്ക കൂട്ടിയിട്ട് തിന്നുന്നു, ഓരോരാൾ പഞ്ചാര കൂട്ടിയിട്ട് തിന്നുന്നു, ഓരോരാൾ ചായക്കെല്ലാം മിക്സ് ആക്കിയിട്ട് തിന്നുന്നു. കുറേ ആൾക്ക് കറി വേണ്ടതില്ല. ഇപ്പം ഞങ്ങളുടെ പുരയിൽ എല്ലാവർക്കും കറി വേണം. അപ്പം ഞാൻ മട്ടൻ കറി, ചിക്കൻ കറി, ബീഫ് കറി ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പുട്ട് ചുടൽ. പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ചിക്കൻ കറി കൂട്ടിയിട്ട് ഞാൻ തിന്നുന്നുള്ളത്. അപ്പോൾ തിന്നുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് നല്ല ഉണ്ടാ അല്ലേ എന്ന് അറിയണമല്ലോ. ഇപ്പോൾ അത് നല്ല ഉതിര ഉണ്ട് സോഫ്റ്റ് പുട്ട്. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. ബായ്, അസ്സലാമു അലൈക്കും.